രാവിലെ തന്നെ ഒരു തട്ടിക്കൂട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും ഡിന്നറിനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തനി നാടൻ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് വെച്ച് എണ്ണ ചൂടാക്കി തുടങ്ങുന്ന സമയത്ത് ഒരു 4 സവാള ഒന്ന് ക്ലീൻ ചെയ്ത് തിൻ സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചൊന്ന് ചേർത്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 10-25ഓളം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിലൊന്ന് മുറിച്ചെടുത്താണ്. പിന്നെ ചെറിയൊരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് വഴറ്റി ഒന്ന് ഏകദേശം ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പട്ട ഗ്രാമ്പു ഏലക്കയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ, ഗരം മസാല. അതും കൂടെ ചേർത്ത് ആ ഒരു പൊടിയിലേക്ക് ഒരു റോ സ്മെല്ല് മാറി വരുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറുതായിട്ടൊന്ന് മണം വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോളം ചിക്കനാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒരു മസാലയും ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് എടുക്കാം. ഇതുപോലെ ആയി വന്നതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പോളം തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റി നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ച് വീണ്ടും ഒരു 10-12 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു 10-12 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അപ്പോഴൊന്നും കൂടെ ചിക്കൻ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പൂരിയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഗോതമ്പ് പൊടിയും പച്ചവെള്ളം ഉപ്പും മാത്രം, വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പ്രസ്സിലൊന്ന് പരത്തിയെടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് പ്രസ്സിൽ പരത്തി ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു പൂരിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ മാവൊന്ന് പരത്തി ഇതിലേക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ആ പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രാവിലെ ചിക്കൻ കറി തയ്യാറാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗീ റൈസും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനത് ഒരു അടികട്ടിയുള്ള ഉരുളിയിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഗീയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കാഷ്യൂനട്ട് കിസ്മിസ് ചെറിയൊരു സവാളയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റും കൂടെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ്, കൈമ റൈസാണ്, ജീരകശാല. അതൊരു 2.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതായത് നമ്മൾ റൈസ് എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇവിടെ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളെങ്കിൽ 2 കപ്പ് വെള്ളം വയ്ക്കണം, അതാണ് കേട്ടോ കണക്ക്. ഇവിടെ 2.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് റൈസ് ആകുമ്പോൾ ഒരു 5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ഒരു റൈസിന് നല്ലൊരു കളറും ടേസ്റ്റൊക്കെ ഒന്നും കൂടെ ഒന്ന് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു റൈസ് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ടൊരു 7-8 മിനിറ്റ് വരെ വീണ്ടും ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ചിക്കൻ കറിയും ഗീ റൈസൊക്കെ ആയിരുന്നു ഉച്ചത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും ചെറിയൊരു റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ഒക്കെ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.